പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങള്, കൊടുക്കേണ്ട മറുപടികള് എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകള്, വാങ്ങിക്കുന്ന രേഖകള്, കാത്തിരിക്കുന്ന രേഖകള്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകള് കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങള്, സഞ്ചരിക്കുന്ന വാഹനങ്ങള്, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങള്, സങ്കടപ്പെടുന്ന കാര്യങ്ങള്, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരുകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളെ ഒത്തിരി കഥാപാത്രങ്ങളെ ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട് വിനായകവാരത്തിൽ. അതിൽ എൻ്റെ ശ്രദ്ധയെ വല്ലാതെ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരാളാണ് ക്ലോഡിയ. ക്ലോഡിയ ആരാണ്? പിലാത്തോസ്, ഗവർണർ പിലാത്തോസിൻ്റെ വൈഫാണ്. കർത്താവിനെ യഹൂദന്മാർ പിടിച്ച രാത്രിയിൽ ക്ലോഡിയയ്ക്ക് ഒരു ദർശനം ഉണ്ടാവും. കർത്താവിനെ വിസ്തരിക്കുന്നതിൻ്റെ സമയത്ത് ക്ലോഡിയ ആ ദർശനത്തെ സംശയിക്കാതെ ആ സ്വപ്നത്തിൽ ദൈവപദ്ധതി വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് റഷ് ചെയ്ത് വന്ന് പിലാത്തോസിനോട് പറയും, അത് നീതിമാനായ മനുഷ്യനാണ്, ആ നീതിമാനായ മനുഷ്യൻ്റെ മേൽ കൈവെക്കരുത്, എനിക്ക് അദ്ദേഹം മൂലം സ്വപ്നത്തിലേറെ ക്ലേശമുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അത് ഒന്ന്, ഇന്ന് ആൾക്കാരെ തള്ളിക്കളയണല്ല. അതെനിക്ക് തോന്നിയായിരിക്കും. ഇന്നും ദൈവം മനുഷ്യനോട് സ്വപ്നത്തിലൂടെയും ദർശനങ്ങളിലൂടെയും ഇൻസിഡൻസിലൂടെയും ഇത് മാത്രം കമ്മ്യൂണിക്കേഷനാണ് വരണത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒന്നോ രണ്ടോ തള്ളിയാൽ പിന്നെ ആ വ്യക്തിയോട് ദൈവം കമ്മ്യൂണിക്കേഷനിലൂടെ സംസാരിക്കത്തില്ല. കാര്യം കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കണമെങ്കിൽ ഒരു വിശ്വാസ നിലവാരം ഉണ്ടാകണം. നിലവാരം മാത്രമല്ല, ഒരു ദൈവസ്നേഹ നിലവാരം ഉണ്ടാകണം. അതായത് ആദ്യകാലം ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, എനിക്ക് 2ാം ക്ലാസ്സിൽ വെച്ച് ഭയങ്കര പനി വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്താണ് പനി കൂട്ടിയത്. രാവിലെയൊക്കെ എനിക്ക് നല്ല പനി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അപ്പനോട് പറയാം, എന്തുണ്ടായാലും ഞാൻ അപ്പനോട് പറയും, അപ്പ പാടില്ല ചെന്ന് പറയും. അപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അന്നൊക്കെ ആശുപത്രി ഒന്നുമില്ല. പിന്നെ ആശുപത്രി പോകണമെങ്കിൽ ഒരു വള്ളക്കാരനെ വിളിക്കണം. വള്ളവും പിന്നെ അന്നൊക്കെ ആൾക്കാർ എന്തെങ്കിലും ക്ഷീണം കൂടുമ്പോൾ വള്ളവും ആളും പിടിക്കാനേ പറയത്തുള്ളൂ. ഇന്നിപ്പോൾ വണ്ടി പിടിക്കാനല്ല പറയണത്. ഞങ്ങളുടെ നാട്ടിൽ വള്ളവും, കാരണം മുഴുവൻ തോടുകളാണ്, റോഡില്ല താനും. അപ്പോൾ ആൾക്കാർ വള്ളത്തിലാണ് പോകണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര പണിയാണ്. ചിലപ്പോഴും വള്ളത്തിൽ പോയി കുത്തി പകുതിയാകുമ്പോൾ തന്നെ ആൾ മരിച്ചിട്ട് വള്ളം തിരിച്ചു തന്നെ കാണാം. ഓരോരോ കാലം, ആ കാലമൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം മാറി നമ്മൾ. അപ്പം ഞാൻ അപ്പനോട് ഞാൻ കിടന്നു പോയി, തീരാത്ത അവസ്ഥയായിപ്പോയി, പൊങ്ങാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ രാത്രി ഒരു സംഭവം ഉണ്ടായി. രാത്രി ഒരു കുതിര, പുറത്തൊരു മനുഷ്യൻ വന്ന് എൻ്റെ തലയിട്ട് ചവിട്ടി. കുതിര കൊണ്ട് 2-3 ചവിട്ടി. അപ്പം ഞാൻ പേടിച്ച് എഴുന്നേറ്റ്. എന്നിട്ട് ഞാൻ കിടന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ പനിയൊന്നുമില്ല. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞ്, അപ്പാ ഇന്നലെ കുതിരപ്പുറത്തൊരാൾ വന്നായിരുന്നു, ആ കുതിര കൊണ്ട് അയാൾ എന്നെ ചവിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അപ്പൻ കണ്ണ് നിറഞ്ഞ പോലെ എന്നെ നോക്കി. എന്താ കാര്യം വെച്ചാൽ ഞങ്ങളുടെ ഫൊറോണ പള്ളി മനക്കുടം പള്ളിയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ആൾക്കാരൊക്കെ പോണ തീർത്ഥാടനം പോലെ. അത് പുരാതനമായ പള്ളിയാണ്, 9ാം നൂറ്റാണ്ടിലുള്ള പള്ളിയാണ്. അത് ഫൊറോണ പള്ളിയാണ്. അപ്പോൾ ആൾക്കാർക്ക് അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് മനക്കുടം എന്ന പേര്. ഞാൻ അവിടെയാണ് ആദ്യം വികാരിയായിട്ടിരുന്നത്, അസിസ്റ്റൻ്റായിട്ടും പിന്നെ വികാരിയായിട്ടിരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ പുണ്യാളനുള്ളത് ഗീവരീസ് പുണ്യാളനാണ്. അപ്പം അപ്പൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അക്കാലങ്ങളിലൊക്കെ ഏറ്റവും അടുത്തത് അതാണ്. അതുകൊണ്ട് അപ്പം പറഞ്ഞു, പുണ്യാള കൊച്ചിന് അസുഖമാണ്, ഞാനെവിടെ പോകാനാണ്. അപ്പം ഞാനെവിടെ പോകാനാണ് ചോദിച്ചതിനാണ് പുണ്യാളൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ ജീവിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് ആ തലമുറ കാലഹരണപ്പെട്ടു പോയി. ഇന്ന് പുണ്യാളം വന്ന് ചവിട്ടിയാൽ പിള്ളേർ പറയത്തില്ല. അതിന് വിശ്വാസം ഉണ്ടാകണം, അതിനൊരു വിശ്വാസം ഉണ്ടാകണം. ആ പുണ്യാളിൻ്റെ അടുത്ത് പറയണമെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാകണം. അത് വളരെ പ്രാക്ടിക്കൽ ഫെയ്ത്താണ്. ഇന്നിപ്പോൾ പഠനമൊക്കെ കയറിയപ്പോൾ ദൈവം അങ്ങനെ ചെയ്യുമോ,
പിന്നെ ഓരോരുത്തരെയും തലക്ക് നിന്ന് ചവിട്ടാൻ പോവുകയല്ലേ, ഇതൊക്കെ ചുമ്മാ തോന്നിയതാണെന്നൊക്കെ പറയും. അങ്ങനെ പറയണത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ ദൈവത്തിന് മാറ്റാനില്ല. പിന്നെ അതായത് ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണുമെന്നേ പറയണം. അതുകൊണ്ട് എനിക്ക് പറയണത് അവഗണിക്കരുത് ദൈവിക കാര്യം. ക്ലോഡിയ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആളാണ്. മത്തായി 27:19 മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ പിലാത്തോസ് ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ചറിയിച്ചു. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. അപ്പൊ ക്ലോഡിയ സ്വപ്നം വിശ്വസിച്ചു, പക്ഷെ പീലാത്തോസും വിശ്വസിച്ചു. പക്ഷെ അധികാരം ആക്രാന്തവും കാരണം അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയി. അതുകൊണ്ട് എന്ത് ചെയ്ത്, ക്ലോഡിയ പറഞ്ഞ വാക്കുകൾ കേട്ടു, ജനം പറഞ്ഞ വാക്കുകൾ കേട്ടു, രണ്ടും കേട്ടു. ജനം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് പുള്ളി കസേര ഉറപ്പിച്ചു. അല്ലെങ്കിൽ ജനം പോയി റിപ്പോർട്ട് ചെയ്യും സീസറിൻ്റെ അടുത്ത്. സീസറിന്റെ ഗവർണറല്ല ഇയാള്. ജനം ഇയാൾക്കെതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സീസർ ഇയാളെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കും. അതുകൊണ്ട് സീസറിനെ അയാൾ കേൾക്കേണ്ടി വരും. ജനത്തിനെ അയാൾ കേട്ടു, ക്ലോഡിയനെ അയാൾ കേട്ടു. എന്താ അതുകൊണ്ടാണ് അയാൾ കൈ കഴുകണത്. പിലാത്തോസ് കൈ കഴുകാൻ കാര്യം എന്താ? ക്ലോഡിയ പറഞ്ഞിട്ടാ ഈ മനുഷ്യൻ നീതിമാനാണെന്ന് പറഞ്ഞു. അതാണ് അയാൾ പറഞ്ഞത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. മത്തായി 27:24 അവനെ ക്രൂശിക്കുക ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അതാണ് വിഷയം. ഈ നീതിമാൻ എന്ന് പറഞ്ഞത് ആരാണ്? ക്ലോഡിയാണ് പറഞ്ഞത്. ക്ലോഡിയ പറഞ്ഞത് ആരും വിശ്വസിച്ചതല്ല എൻ്റെ അർത്ഥം. ക്ലോഡിയയുടെ സ്വപ്നത്തെ ക്ലോഡിയ വിശ്വസിച്ചു. ക്ലോഡിയ പറഞ്ഞത് പീലാത്തോസ് വിശ്വസിച്ചു. പക്ഷെ വിശ്വസിച്ചെങ്കിൽ ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടത്തില്ല. എന്താ കാര്യം? വിശ്വാസം പ്രയോജനപ്പെടണമെങ്കിൽ അത് പ്രവർത്തികളിലൂടെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഹെബ്രായർ പറയണത്, ഹെബ്രായർ 4:2 അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം പീലാത്തോസ് കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. വിശ്വസിച്ചു എന്ന് പറഞ്ഞാലേ, വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ പ്രവർത്തികൾ വേണം. കസേര പോകാതിരിക്കാൻ വേണ്ടിയാണ് അയാള്, അതായത് കസേര പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കർത്താവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വിശ്വസിച്ചു, പക്ഷെ പ്രവർത്തിച്ചത് മറിച്ചായി പോയി. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എല്ലാവർക്കും പറ്റുന്ന സംഭവമാണ്. എല്ലാവരും വിശ്വസിക്കും, പക്ഷെ പ്രവർത്തികൾ മറിച്ചായി പോകും. ഇത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. കാര്യം ഇതിനുള്ള മാർഗത്തിലേ ഉള്ളൂ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് ഈശോ പറഞ്ഞില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പറ്റത്. ഈ പീലാത്തോസ് ഇങ്ങനൊരു അവസ്ഥ ചെന്ന് ചാടിയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അവസാനം പീലാത്തോസ് ആത്മഹത്യ ചെയ്യണതേ. ചരിത്രം അവസാനിക്കേണ്ടത് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. സങ്കടകരമായൊരു അവസ്ഥയാണത്. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നന്മകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്, പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. നോട്ട് ദ പോയിന്റ്. പ്രാർത്ഥന മുടക്കിയിട്ടില്ല. പിന്നെ ഞങ്ങളിവിടെ പോയിട്ട് വന്നാലും എത്ര താമസിച്ചാലും 11 മണി 12 മണി ആയാലും ഞങ്ങൾ പ്രാർത്ഥന മുടക്കാറില്ല. അത് എൻ്റെ മക്കളാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖം വന്നാൽ ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിക്കും. അതനുസരിച്ചിട്ട് ഞങ്ങളുടെ രോഗങ്ങൾ കുറവ് കിട്ടാറുണ്ട്. എടുത്തു പറയാനുള്ളത്, എൻ്റെ രണ്ടാമത്തെ മോക്ക്
കാലിൽ ഒരു 1.5 മാസത്തോളം ചൊറിച്ചിൽ, അതായത് ഈ സോറിയാസിസ് പോലുള്ള ചൊറിച്ചിലും ഇങ്ങനെ പാടും ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഡോക്ടറിനെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പം ഒരു ചേച്ചി 2 തുള്ളി തൈലം കയ്യിലെടുത്തിട്ട് ആ ചേച്ചിക്ക് കൈവേദന ഉള്ളിടത്ത് ഉപ്പും കൂടെ ഇട്ട് കയ്യിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ആ ചേച്ചിയുടെ ശരീരത്തിൽ ഇങ്ങനെ പുരട്ടുന്നത് ഞാൻ കണ്ടു. അപ്പം അതുപോലെ തന്നെ ഞാനും എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും 2 തുള്ളി തൈലവും ഉപ്പും കയ്യിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കുഞ്ഞിൻ്റെ ചൊറിച്ചിലുള്ള ഭാഗത്ത് തേച്ചു. 3 ദിവസം തേച്ചു. 3-ാമത്തെ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ കാലയിൽ ഒരു തുള്ളി പാടോ ഒന്നും തന്നെ ഇല്ല. പിന്നെ പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി, ഞങ്ങൾ 6 മാസത്തോളമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലാതെ നിൽക്കുമായിരുന്നു. എനിക്കൊരു വയ്യാഴിക വന്നപ്പോഴത്തേക്കും ജോലി നിർത്തിയതാണ്, റിസൈൻ ചെയ്തതായിരുന്നു. അപ്പോൾ ആ 6 മാസവും ഞങ്ങളെ മാതാവ് ഈശോയും ഒരു കുറവും ഇല്ലാതെ ഞങ്ങളെ കൊണ്ടു നടന്നു. അതുതന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. അപ്പം ആ 6 മാസം ഞാൻ ഒത്തിരി വളരെയധികം വേദനിച്ച് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ജോലി അത് വെളിയിലോട്ട് തന്നെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ബോംബെയിലായിരുന്നു ആദ്യമേ. വെളിയിലോട്ട് തന്നെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് വെളിയിലോട്ട് കിട്ടി. ശനിയാഴ്ച പോവുകയാണ്. അത് ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വീഴാതിരുന്ന ഒരു കുറിയുണ്ടായിരുന്നു, അത് വീണ് കിട്ടി. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ചമ്പക്കുളത്താണ്. ആ വീട് സ്ഥലവും വിൽക്കാതെ അങ്ങനെ കിടക്കുമായിരുന്നു. ഇവിടുന്ന് തന്ന വെഞ്ചരിച്ച ഉപ്പ് ഞാൻ അവിടെ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടു. ഇപ്പം അത് വിറ്റ് കിട്ടി. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം 14 വർഷമായിട്ടുള്ള മദ്യപാനമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്നു മുതൽ എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ തൈലവും ഉപ്പും ഞാൻ കുരിശ് വരച്ച് കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കുടിക്കത്തില്ല, മാതാവിനോടും പറഞ്ഞു കുടിക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കുടിക്കാതിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഛർദിലും വയറുവേദനയും തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ നിർത്തി. പിന്നെ ഇതുവരെ തൊട്ടിട്ടില്ല. അങ്ങനെ മദ്യപാനം മാറ്റി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമേ കൃപാസനത്തിൽ വന്ന് മാതാവിനെ കണ്ടു മാതാവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകാറുള്ളൂ. അമ്മ ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയാൽ ഞങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യവുമില്ല. എല്ലാ ദിവസവും ഞങ്ങളിവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടേ ഞങ്ങൾ നടക്കാറുള്ളൂ. എവിടെ പോയാലും മാതാവിൻ്റെ കാശുരൂപം ഞങ്ങളുടെ കയ്യിലുണ്ടാകും. എൻ്റെ കഴുത്തിൽ കൊന്തയുടെ കൂടെ ഞാൻ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത, പ്രാർത്ഥന മുടക്കരുതെന്നുള്ളൊരു ചിന്തയും ആഗ്രഹവും എനിക്ക് വരാൻ തുടങ്ങി. പള്ളിയിൽ പോകണമെന്നും പ്രാർത്ഥിക്കണമെന്നും കുടുംബ പ്രാർത്ഥന മുടക്കരുതെന്നും ബൈബിള് വായിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോലും ബൈബിള് വായന ഇല്ലായിരുന്നു എനിക്ക്. ബൈബിള് വായന പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ ഞാൻ ബൈബിള് വായിക്കാറത് ഇരിക്കത്തില്ല. അങ്ങനെ പിന്നെ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് നോയമ്പെടുക്കാൻ പറ്റത്തില്ല. ഞാൻ 9 ദിവസം ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ജോലിയെ സമർപ്പിച്ച് എനിക്ക് നോയമ്പെടുക്കാനൊത്തു. അത് പരിശുദ്ധ അമ്മ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഞാൻ പച്ചവെള്ളം പോലും കുടിക്കാതെ 9 ദിവസം വൈകുന്നേരം വരെ എനിക്ക് നോയമ്പെടുക്കാൻ പറ്റി. പിന്നെ ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ പച്ചത്തിരിയിൽ നിന്ന് ഒരു മാതാവിൻ്റെ രൂപം പോലെ അടന്ന് താഴെ വീണു. അതേ ഷേപ്പിൽ അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ടിന്നകത്ത്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് ഈശോ എനിക്ക് നൽകിയിട്ടുണ്ട്. അമ്മയുടെ സന്നിധിയിൽ വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ആ അവസരം ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി
നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞാൻ സൗദിയിലൊരു ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു ഒരു കോൺട്രാക്ടിൻ്റെ കീഴിൽ ഒരു സപ്ലൈ ആയിട്ട് അരാംകോൻ്റെ ഹെഡ് ഓഫീസിലാണ് ജോലി ചെയ്തു വന്നത്. അപ്പോൾ ഓരോ വർഷവും എൻ്റെ കോൺട്രാക്റ്റ് പുതുക്കണം. അപ്പോൾ അതിന് പല പ്രൊസീജിയറുകളുണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അതെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് എൻ്റെ വിസയുടെ ഒരു പ്രശ്നം വന്നു. അവിടെ ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ അവിടെ സൗദിവൽക്കരണം നടത്തുന്ന സമയമാണ്. അപ്പോൾ സൗദികൾക്ക് വേണ്ടിയിട്ടായിട്ട് മാറ്റേണ്ടതായി വന്നു. അല്ലെങ്കിൽ എനിക്കത് ആവശ്യമായ എനിക്ക് ആ രേഖകൾ അവിടെ കൊടുക്കേണ്ടതായിട്ടും അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ മതിയായ രേഖകൾ എൻ്റെ കൈവശം ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അതുപോലെ എൻ്റെ കയ്യിലൊക്കെ ആ രേഖകളെല്ലാം ഇല്ല, അത് സബ്മിറ്റ് ചെയ്താൽ അപ്പോൾ റിജക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ റിജക്റ്റ് ആയാൽ ചിലപ്പോൾ എനിക്ക് അവിടുത്തെ ആ കോൺട്രാക്റ്റ് എന്നെ അവിടെ നിന്ന് അവർ തിരിച്ചുവിടും, ജോലി നഷ്ടമാകും. അപ്പം അങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. ഭാര്യ ജെൻസിയോട് പറഞ്ഞു, ഇതുപോലെ ഒരു കാര്യമുണ്ട്, എൻ്റെ ജോലി ഇങ്ങനെ പ്രശ്നത്തിലാണ്, അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഒരു കാര്യം, അപ്പോൾ ഇങ്ങനെ കൃപാസനത്തിൽ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് വിളിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കൃപാസനത്തിൽ നീ മക്കൾ കൂടി പോയിട്ട് ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക, അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് മുന്നിൽ വരുന്നതെന്നുള്ളത് ആ ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് പറയണത്. അപ്പോൾ പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോവാം. അങ്ങനെ ഇവർ വന്ന് ഡിസംബർ 8-നാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് അപ്പോൾ അന്ന് വൈകിട്ട് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിങ്ങളൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതുപോലെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ അതങ്ങനെ വാട്സാപ്പിൽ അയച്ചു തന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്ക് വിശ്വാസം കുറച്ചേ ഉള്ളൂ, കാര്യം അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്, ഒരു കോൺട്രാക്റ്റ് ജോലിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു മുന്നോട്ട് പോരാമെന്നുള്ള ഒരു ചിന്ത നമുക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സൂപ്പർവൈസർ സൗദിയാണ്, അറാംകോയിലെ സൂപ്പർവൈസറാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ എന്താ സാർ? അത് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു 2 പേരെ സ്ഥിരപ്പെടുത്താനായിട്ട്. സത്യമാണോ? കാര്യം നമ്മൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഘട്ടം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അതൊരു അറാംകോ എംപ്ലോയി ആയിട്ട് നമ്മൾ നിയമിക്കപ്പെടും എന്ന് നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇല്ല. അപ്പോൾ സാറോട് സത്യമാണ്, എൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിനക്ക് ഉണ്ടാവും. അപ്പം നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറയാം. ബാക്കി പിന്നെ കമ്പനി വലിയ കമ്പനിയാണ്, നിങ്ങൾക്കറിയാം. അറാംകോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ്. അപ്പോൾ അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അവിടെ ഒരുപാട് പ്രൊസീജിയറുണ്ട് അവിടെ കമ്പനിക്ക്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഇതുണ്ട്, ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ശരി, നീ അതിനൊക്കെ ഒന്നും ഭയപ്പെടേണ്ട, എൻ്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും നിനക്ക് ഉണ്ടാവും, നീ മുന്നോട്ട് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റെഡിയാവും. അങ്ങനെ ഒരു 6 മാസത്തോളം അതിൻ്റെ പ്രൊസീജിയറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ, മറ്റുള്ള ഒത്തിരി കടമ്പകളുണ്ട്. നമ്മുടെ പഴയ ഫയലുകളൊക്കെ നോക്കും, നമുക്ക് എന്തെങ്കിലും റിമാർക്കുണ്ടോ, അപ്പോൾ നമ്മുടെ ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേസസ് ഉണ്ടോ, അവിടുത്തെ പഴയ കമ്പനികളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കമ്പനി ഡ്രൈവിങ്ങിൽ വയലേഷൻ ഉണ്ടോ, ഒത്തിരി കടമ്പകൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയില്ല, അങ്ങനെ ഒന്നും തന്നെ ഇതുവരെ ഒരു റിമാർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ഉപകാരമായി. അതുമാത്രമല്ല, എനിക്ക് ജോലി താൽക്കാലികമായിട്ടാണെങ്കിലും അവിടെ ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ CEO പ്രസിഡൻറ്റിൻ്റെ ഡ്രൈവറായിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എനിക്ക് വലുതായിരുന്നു. അപ്പോൾ നേരെ ഫയൽ